إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ഗൗരവത്തോടുകൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി ശരിയായ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി പടച്ച റബ്ബ് നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം മരണപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചു വന്നത്. മൊത്തത്തിലായിട്ട് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി തൗബ ചെയ്യുക, അമാലു സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക, മരണത്തിന്റെ വെപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിനോട് സദാസമയം പ്രാർത്ഥിക്കുക. ഇത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. പക്ഷേ ഇതിലുപരി മറ്റു ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ രോഗിയാകുമ്പോൾ, അങ്ങനെയാണ് ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗിയാകും, ആരോഗ്യമില്ലാത്തൊരവസ്ഥ വരിക, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന ആ ബോധ്യത്തോടെ ക്ഷമിച്ച് അല്ലാഹുവിൽ തവക്കുലാക്കി അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് നമ്മൾ മുന്നേറുക. 2, നമ്മൾ പറഞ്ഞത് റജാവും ഖൗഫും നമുക്കുണ്ടാകണം. ആഗ്രഹം എന്താണോ ആ മരണ സമയത്ത് നമ്മുടെ ആഗ്രഹം, അത് നമുക്ക് തരാതിരിക്കൂലെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊന്നിനെയാണോ നമ്മൾ പേടിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് നീക്കി തരും എന്നതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് ഞാൻ സംഭവം കൂടെ, ചരിത്രം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു യുവാവ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സന്ദർശിച്ച വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ അല്ലാഹുവിലേക്ക് പ്രതീക്ഷയുണ്ട്, അല്ലാഹു എനിക്ക് സ്വർഗം തരും, അതോടൊപ്പം എന്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ആ ഒരു പേടി ഉണ്ട് നബി. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ്, തീർച്ചയായിട്ടും താങ്കൾ എന്ത് പ്രതീക്ഷിച്ചുവോ അത് അല്ലാഹു തരും മരണസമയത്ത്. എന്ത് താങ്കൾ ഭയപ്പെട്ടുവോ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് അംഗ നൽകും, നിർഭയത്വം നൽകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത് നമ്മൾ പറഞ്ഞത്, എത്ര പ്രയാസപ്പെട്ടാലും ഒരിക്കലും
എത്ര മാരകമായ രോഗം വന്നാലും ഒരിക്കലും എന്ത് ചെയ്യരുത്, മരണം നമ്മൾ ആഗ്രഹിക്കരുത്. പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എന്നെ കൊണ്ട് എനിക്കോ മറ്റുള്ളവർക്കൊക്കെ ഉപകാരം ഉണ്ടെങ്കിൽ, എന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഹൈറുണ്ടെങ്കിൽ നീ ജീവിപ്പിക്കല്ല, അല്ലെങ്കിൽ നീ എന്നെ മരിപ്പിക്കല്ല എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ, അള്ളാഹിനോട് നമ്മൾ തേടുന്നതല്ലാതെ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നാലാമത് നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും ബാധ്യതകൾ, കടമിടപാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നിർവഹിക്കണം. നിർവഹിക്കാത്ത കാര്യങ്ങൾ അത് നമ്മൾ എഴുതി വെക്കണം, വസിയത്ത് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഇടപാടുകൾ, ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ നമ്മൾ ഉപദ്രവം, ദ്രോഹം, മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തീർന്നിട്ടേ നമ്മൾ മരിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അള്ളാന്റെ കോടതിയിൽ നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്തുകളൊന്നും ഉപകാരപ്പെടില്ല. കടമിടപാടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തു തീർക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം, വസിയത്ത് ചെയ്യണം. മാത്രമല്ല, വസിയത്ത് ചെയ്താൽ പോരാ, നമുക്ക് അത്തരം ബാധ്യതകൾ എഴുതി വെക്കാത്ത ഒരു രാത്രി പോലും ഉണ്ടാകരുത്. ഹദീസൊന്നും ഞാൻ പറഞ്ഞൊക്കെ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതാണ്. സഹാബത്ത് അങ്ങനെയായിരുന്നു. അവർ എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടേ ഉറങ്ങും. കാരണം നാളെ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ ബാധ്യത പരലോകത്ത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അപ്പോ അത്തരം 5 വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു. ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനന്തരാവകാശികൾക്കല്ലാത്ത ആളുകൾക്ക് നമ്മൾ, അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ സ്വത്തിന്, നമ്മൾക്ക് എത്ര സ്വത്തുണ്ടോ അതിന് അർഹതപ്പെട്ടവരാണ് അനന്തരാവകാശികൾ. അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, വസിയത്ത് ചെയ്യണം. അതാണ് ആറാമതായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. അത് വസിയത്ത് ചെയ്യണം എന്നതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. കുതിബ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിർബന്ധമാക്കി. ആ പദം നമുക്ക് പരിചയമുണ്ടാവും, റമദാൻ വരുന്നത് അല്ലേ. കുതിബ അലൈക്കുമുസ് സിയാം, അല്ലേ, നോമ്പിനെ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇവിടെ അല്ലാഹു പറയാ, കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നാം നിർബന്ധമാക്കിയിരിക്കുന്നു. ഇദാ ഹദറ അഹദുകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. അല്ലേ, ഒരു മുത്തഖിയുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ് എന്ത്, നമുക്ക് അനന്തരാവകാശികളല്ലാത്തവർക്ക്, നമ്മുടെ സ്വത്തിന് അർഹതപ്പെട്ടവർ അതെന്തായാലും കൊടുക്കണം. അനുശാദ വരുന്നുണ്ട്, അവർക്ക് വസിയത്തില്ല. ആ വിഷയം നമുക്ക് ഇതിൽ പെട്ട വിഷയമാണ്, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. അനന്തരാവകാശികൾ അല്ലാത്തവർക്ക്, നമുക്ക് നമ്മളോട് അടുപ്പുള്ള ചില ആൾക്കാരുണ്ടാവും, നമ്മുടെ കൂട്ടുകാർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, പക്ഷെ അവർ അനന്തരാവകാശികളല്ല, നമ്മുടെ സ്വത്തിന്, നമ്മുടെ കാലശേഷം അർഹതപ്പെട്ടവരല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വസിയത്ത് ചെയ്തു വെക്കണം. അത് നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് സൂറത്തുൽ ബഖറയിലെ 180-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. നിർബന്ധമാണ്. അങ്ങനെ കൊടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ വസിയത്ത് ചെയ്തു വെക്കണം. നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, അതല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠാഞ്ചന്മാരോട്, എല്ലാവർക്കും ഇത്ര തുക എന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കാൻ, എത്ര കൊടുക്കണം, അതാണ് 8ാമത്തെ വിഷയം. 3-1. നമ്മുടെ ആകെ സ്വത്തിന്റെ 3-1, അതിൽ കൂടരുത്. കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരിക്കലും കൂടരുത്. അതാണ് നമ്മൾ 7ാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി മാലൻ കസീറൻ വലൈസ യരിസുനി ഇല്ല ബനതുലി. നബിയെ, എനിക്ക് ആകെ ഒരു പെൺകുട്ടിയാണുള്ളത്, ആകെ എനിക്കൊരു മകള് മാത്രമേ നബിയെ എനിക്കുള്ളൂ, വേറെ സന്താനങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും ഈ മാലൻ കസീറ, ധാരാളം സമ്പത്തുണ്ട്. ഇന്നലി മാലൻ കസീറ, ധാരാളം വിട്ടുകൂടാനുള്ള സമ്പത്തൊക്കെ ഉണ്ട്. എനിക്ക് ആകെ ഒരു പെൺകുട്ടിയുള്ളൂ നബിയെ, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പിന്നെ ഞാൻ അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് വേണ്ടി 2/3 വസിയത്ത് ചെയ്യട്ടെയോ നബിയേ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, ആകെ ഒരു പെൺകുട്ടിയുള്ളൂ, കുറേ സമ്പത്തുണ്ട് എനിക്ക്, ഞാൻ അതുകൊണ്ട് 2/3 എന്റെ അനന്തരാവകാശികളല്ലാത്തവർക്ക് ഞാൻ വസിയത്ത് ചെയ്യട്ടെ നബിയെ, എന്റെ കാലശേഷം കൊടുക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല, 3/2 പാടില്ല, വസിയത്ത് ചെയ്യാൻ പാടില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്നുള്ളത്, നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ സമ്പത്തിന് അർഹതപ്പെട്ട അനന്തരാവകാശികളായ ആളുകൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ, അവർക്ക് ദാരിദ്ര്യം വന്നു പോകുന്ന അവസ്ഥ ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അനന്തരാവകാശികൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് 2 ഭാഗം കൊടുക്കരുത്. സമ്പത്ത് മുഴുവനായിട്ടും കൊടുക്കരുത്. സമ്പത്തിന്റെ 2 ഭാഗം കൊടുക്കരുത്. വേണമെങ്കിൽ സമ്പത്തിന്റെ 1/3 കൊടുത്തോ, അതിലൊരിക്കലും ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 6ാമത്തെ വിഷയം, അനന്തരാവകാശികളല്ലാത്തവർക്ക് വേണ്ടി സമ്പത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? വസിയത്ത് ചെയ്തു വെക്കണം. അത് എത്ര കൊടുക്കാവൂ? കൂടിയാൽ 1/3 അത്ര കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കിട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ 8ാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിന് സാക്ഷികൾ ഉണ്ടാകണം. അനന്തരാവകാശികൾക്ക് നമ്മൾ വസിയത്ത് ചെയ്യുമ്പോൾ, അനന്തരാവകാശികളില്ലാത്തവർക്ക് നമ്മൾ വസിയത്ത് ചെയ്യുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്നാണെങ്കിലും വേണ്ടില്ല, അമുസ്ലിങ്ങളിൽ നിന്നാണെങ്കിലും വേണ്ടില്ല, 2 സാക്ഷികൾ ഉണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അനന്തരാവകാശികൾ കൊടുക്കൂല. മനസ്സിലാവുന്നുണ്ടോ? അനന്തരാവകാശികൾ കൊടുക്കൂല. ഇത് കിട്ടേണ്ട കാര്യം കൊണ്ട് മക്കൾ കൊടുക്കൂല, അർഹതപ്പെട്ടവര് കൊടുക്കൂല. ഇത് അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന വിഷയമാണ്. അത് വസിയത്ത് ചെയ്യുമ്പോൾ അതിന് 2 സാക്ഷികൾ ഉണ്ടാകണം. അത് മുസ്ലിം ആയാലും വേണ്ടില്ല, അമുസ്ലിം ആയാലും വേണ്ടില്ല. അത് കൃത്യമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലെ? കാരണം പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ മുസ്ലിം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ എന്തെങ്കിലും യാത്രയിൽ അപകടത്തിൽ പെട്ടു, മരിക്കാൻ പോകുകൾ, ആ മരണം പ്രാണത്തിലാണ്, ചിലപ്പോൾ മുസ്ലിം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ അവർ ചെയ്യേണ്ട സത്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞങ്ങൾക്ക് സത്യമായിട്ടും അതിൽ നിന്നൊരു വിഹിതം പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. അവർ സത്യം ചെയ്യണം, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും. അതുപോലെ തന്നെ ഞങ്ങൾ ഈ വസിയത്ത് ചെയ്യപ്പെട്ട സമ്പത്തിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കുറ്റക്കാരിൽ പെട്ടവർ തന്നെ എന്ന് സത്യം ചെയ്ത്, ഞങ്ങൾക്ക് ഒരു നയാ പൈസ വേണ്ട, ഞങ്ങൾ എടുത്താൽ ഞങ്ങൾക്ക് പിന്നെ അത് ഞങ്ങൾ കുറ്റക്കാരാണ് എന്ന് സത്യം ചെയ്താൽ അവർ സാക്ഷിത്വം സ്വീകരിക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 106ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? അനന്തരാവകാശികളല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് കൊടുക്കുമ്പോൾ അതിന് സാക്ഷി ഉണ്ടാകണം. ആ എത്ര കൊടുക്കേണ്ടത്? 1/3. അത് വസിയത്ത് ചെയ്യണം, 1/3 കൊടുക്കേണ്ടത്. മാത്രമല്ല അത് പിന്നെ നമ്മൾ വസിയത്ത് ചെയ്തു വെക്കുമ്പോൾ അതിന് 2 സാക്ഷികൾ ഉണ്ടാകണം. എങ്കിൽ അതിന് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. 9ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, മരണത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട പിന്നെ പ്രധാനപ്പെട്ട കാര്യം, പിന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അനന്തരാവകാശികൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് വസിയത്ത് ചെയ്യരുത് എന്നുള്ളതാണ്. അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്യരുത്. ഞാൻ മരിച്ചാൽ എന്റെ കുട്ടിക്ക് ഇത്ര സമ്പത്ത്, ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യക്ക് ഇത്ര സമ്പത്ത്, അവർക്ക് ഇത്ര കൊടുക്കാം, അവർക്ക് ഇത്ര കൊടുക്കാം, ആ രൂപത്തിൽ വസിയത്ത് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഖദ അഅത ലികുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും കൃത്യമായ അവകാശം, ഓരോരുത്തർക്കും കിട്ടേണ്ട അനന്തരാവകാശ സ്വത്തിന്റെ വിഹിതം കിട്ടേണ്ട അവകാശം ഓരോരുത്തർക്കും അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച പ്രകാരം നമ്മുടെ സ്വത്ത് നമ്മൾ പിന്നെ അവർക്ക് അത് കൊടുത്തേ പറ്റൂ. അതല്ലാതെ നമ്മുടെ മകൻ ചെയ്യാൻ പാടില്ല, നിർണയിക്കാൻ പാടില്ല. നമ്മുടെ മകൻ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല അനന്തരാവകാശ സ്വത്ത് കൊടുക്കേണ്ടത്. അത് അല്ലാഹു തീരുമാനിച്ചതാണ്. ഇന്നയാൾക്ക് ഇത്ര കൊടുക്കണം, ഇന്നയാൾക്ക് ഇത്ര കൊടുക്കണം, അല്ലാഹുവിന്റെ തീരുമാനം. അത് അല്ലാഹുവിന്റെ നിർണയമാണ്. അത് അപ്രകാരം തന്നെ കൊടുക്കണം. അനന്തരാവകാശികളിൽ ഒരിക്കലും വസിയത്ത് പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹു തീരുമാനിച്ചു. നിന്റെ കുട്ടിക്ക് ഇത്ര കൊടുക്കണം, ആൺകുട്ടിക്ക് ഇത്ര കൊടുക്കണം, അത് കൊടുത്തേ പറ്റൂ. നിന്റെ പെൺകുട്ടിക്ക് ഇത്ര കൊടുക്കണം, അല്ലാഹു തീരുമാനിച്ചതാ, അത് കൊടുത്തേ പറ്റൂ. നമുക്കിടയിൽ ഒരു നിർണയം പാടില്ല. വസിയത്ത് വേണ്ടത് എവിടെയാണ്? വസിയത്ത് വേണ്ടത്? അനന്തരാവകാശികൾ എല്ലാത്ത ആളുകൾക്ക് കൊടുക്കുമ്പോഴാണ് വസിയത്ത് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു.
ഇനി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അനന്തരാവകാശ സ്വത്ത് നമ്മൾ വീതിക്കും, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചോട്ടോ. അനന്തരാവകാശ സ്വത്ത് നമ്മൾ വീതിക്കുമ്പോൾ അവിടെ ഹറാമായ ഒരു മാർഗം സ്വീകരിക്കരുത്. പിന്നെ ഉപദ്രവമാകുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് അനന്തരാവകാശികൾക്ക് ഉപദ്രവമാകുന്ന ഒരു മാർഗം സ്വീകരിക്കരുത്. എന്താ ഉപദ്രവമാകുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പിന്നെ സൂറത്തുൽ നിസായിലൂടെ നിസായിന്റെ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉപദ്രവമാകുന്ന രൂപത്തിൽ അനന്തരാവകാശ സ്വത്ത് കൊടുക്കുക അല്ലെ. ഒരാൾക്ക് പിന്നെ 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണെന്ന് വിചാരിക്കുക. ഒരാൾക്ക് 2 ആൺകുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോ പിന്നെ ഒരു ആൺകുട്ടിക്ക് എന്റെ സമ്പത്തിന് ഇത്ര കൊടുക്കണം, അവരെവിടെ ഇത്രയും കാലം നോക്കിയത് അല്ലെ. മറ്റുള്ളവർക്ക് ഒരു പരിഗണന ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല, മറ്റുള്ളവർക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്ക് ഇത്ര കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് അത്ര കൊടുക്കണ്ട, മറ്റൊരു നയാ പൈസ കൊടുക്കരുത്, ഇവർ ഇത്ര പിന്നെ എന്റെ സമ്പത്തിന്റെ അവകാശികൾ മാത്രമാണ്. ഒരാളെ നമ്മൾ മാറ്റി നിർത്തി, അതാണ് ഉപദ്രവിക്കുക എന്ന് പറയുന്നത്. അത് പാടില്ല, അതിനുള്ള അവകാശം നമുക്കില്ല. കാരണം അനന്തരാവകാശികൾക്കുള്ള ഞാൻ സൂചിപ്പിച്ചല്ലോ, സമ്പത്ത് നിർണയിക്കേണ്ടത് നമ്മളല്ല, അത് നിർണയിച്ചു കഴിഞ്ഞു. ആര്? ലോകത്തിന്റെ സൃഷ്ടാവ് നമുക്ക് സമ്പത്ത് നൽകിയ അല്ലാഹ് അത് തീരുമാനിച്ചു കഴിഞ്ഞു. അത് ആ തീരുമാന പ്രകാരം തന്നെ കൊടുക്കണം. ഒരാൾക്ക് കൊടുക്കുക, ഒരാൾക്ക് കൊടുക്കാതിരിക്കുക, ഒരാൾക്ക് നമ്മൾ പിന്നെ ഇത്ര കൊടുക്കണം എന്ന് പറയാ, അത്ര ഒന്നും കൊടുക്കണ്ട എന്ന് പറയാ. അത് അനന്തരാവകാശ സ്വത്ത് കൊണ്ട് ഉപദ്രവിക്കുക. ആ രൂപത്തിൽ ആരെങ്കിലും ഉപദ്രവം സൃഷ്ടിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ ദററ വലാ ദിറാർ വമൻ ദററഹുല്ലാഹ് വമൻ ശാഖഹുല്ലാഹ്. ഒരാളെയും നമ്മൾ ഉപദ്രവിക്കരുത്. ഒരാളെയും നമ്മൾ ജീവിത കാലഘട്ടത്തിൽ യാതൊരു കാര്യങ്ങളെ കൊണ്ട് ഉപദ്രവിക്കരുത്. ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉപദ്രവിക്കും. വമൻ ദററഹുല്ലാഹ്, ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട്, ഒരാളെ ഉപദ്രവിപ്പിച്ചുകൊണ്ട് നമ്മൾ മരണപ്പെട്ടാൽ അത് എങ്ങനെയാകട്ടെ, സാമ്പത്തികമായ ഇടപാടുകൾ കൊണ്ടാകട്ടെ, മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടാകട്ടെ, ഒരാളെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ അവൻ അല്ലാഹു ഉപദ്രവിക്കും. ഒരാളെ ആക്രമിച്ചുകൊണ്ടാണ് നമ്മൾ അവരോട് മാപ്പ് ചോദിക്കാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അല്ലാഹു നിങ്ങൾ ആക്രമിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കാര്യങ്ങൾ പറഞ്ഞു. 11ാമതായിട്ട് നമ്മൾ പിന്നെ മനസ്സിലാക്കുക, അന്യായമായ വസിയത്ത് ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ബാത്തിലാണ്. അന്യായമായ വസിയത്ത് അത് ഇസ്ലാമിൽ നടപ്പിലാക്കാൻ പാടില്ല അല്ലെ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? എന്റെ കണ്ണൂർ കഴിക്കണം, എന്റെ ആണ്ട് കഴിക്കണം, എന്റെ നേർച്ച കഴിക്കണം അല്ലെ. പിന്നെ നമ്മള് നാട്ടിൽ ഒരു ആചാരമാണ്, ഒരു അനാചാരം, ഇസ്ലാമിൽ ഇല്ലാത്തൊരു പ്രവർത്തനം പുതുതായി കൊണ്ടുവന്നതാണ്. എന്ത് പിന്നെ 5-ന്റെ അന്നോ 7-ന്റെ അന്നൊക്കെ എന്ത് ചെയ്യാം, പിന്നെ പള്ളിയിൽ ഉസ്താദന്മാരെ ഒക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നാട്ടാരെയൊക്കെ വിളിച്ചിട്ട് വാപ്പ മരിച്ചിട്ട് വീട്ടിൽ വാപ്പ മരിച്ചിട്ട് വീട്ടിൽ ഉമ്മ മരിച്ചിട്ട് പിന്നെ വേദനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 4-5 ദിവസം കഴിയുമ്പോഴേക്കും, ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ വേദനയൊക്കെ മറന്നിട്ട് നാട്ടാരൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പിന്നെ വലിയ സദ്യ നടത്താം. മുഅ്മിനീങ്ങൾ നാണം കെട്ടുപോകുന്ന സാഹചര്യം, മരിച്ച വീട്ടിൽ കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യം, ഒരു വിവാഹ വീട്ടിലേക്ക് ഇന്ന് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. 2 സാഹചര്യങ്ങളാ. മുഅ്മിനീങ്ങൾ നാണം കെട്ടുപോകുന്ന സാഹചര്യം അല്ലെ. കല്യാണം വീട്ടിൽ കടന്നെല്ലാം ചെയ്യില്ല. അപ്പുറത്തിരിക്കുന്നവരോടൊന്ന് സ്വകാര്യം പോലും പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ വാദ്യോപകരണങ്ങൾ വെച്ചുകൊണ്ട് പാട്ടും സംഗീതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ പിന്നെ ആത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന, കോമാളിത്തരങ്ങൾ നടക്കുന്ന ഒരു വേദിയായി, ഒരു വീടായി ഇന്നത്തെ വിവാഹ വീടുകൾ മാറി. വിവാഹത്തിന് വിളിച്ചാൽ ക്ഷണം സ്വീകരിച്ച് പോകണം, പക്ഷെ പോകാൻ പറ്റുന്നില്ല. മുഅ്മിനീങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലാഹുവിനെ സ്നേഹിച്ചവർക്ക്, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. മരണവീടുകൾ ആ ഒച്ചമ്പാടം എന്താ, ആകെ പിന്നെ മരണചിന്തയുണ്ടാകേണ്ട, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പിന്നെ പൊറുക്കൽ ചോദിക്കേണ്ട ആ വീട്ടിൽ ഇസ്ലാമിലില്ലാത്ത പുതിയ ദിക്റും അതുപോലെ തന്നെ പുതിയ സ്വലാത്തും പുതിയമായ ആചാരങ്ങളും ഗൾഫിൽ നിന്നും മകം വരാനുണ്ട്.
മയ്യത്ത് പിന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് 10 മണിക്ക്. മകൻ എപ്പോഴെത്തുള്ളൂ? 12 മണിക്ക് എത്തുള്ളൂ. മകൻ എത്തുന്നത് വരെ ആരുടെ ആചാരം? ഒരാളെയും കാത്തു നിൽക്കരുത്. നമ്മള് ഒരാളെയും കാത്തു നിൽക്കരുത്. മരിച്ചാൽ ഉടനെ കൊണ്ടുപോയി മറവ് ചെയ്യണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് വേണ്ടി നമ്മൾ പിന്നെ സമയം കാത്തു നിൽക്കാൻ പാടില്ല. ഞാനോട് പറയും, ഇത്ര സമയത്ത് മയ്യത്ത് കുളിപ്പിക്കും, ഇത്ര സമയത്തിനുള്ളിൽ മയ്യത്തെടുക്കും, അതിനുള്ളിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ മറവ് പിന്നെ നമ്മൾ പിന്നെ കാത്തു നിൽക്കുക എന്നതല്ലാതെ പിന്നെ നമ്മൾ പിന്നെ മയ്യത്തിന് സ്വർഗം അല്ലാഹു തുറന്നു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടോ? ആ സുഖാനുഭൂതിയിലേക്ക് അവർ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല മ്ലേച്ഛമായ മയ്യത്താണോ, പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കണം. എന്തായാലും അതെന്താ തീരുമാനിച്ചത് നമുക്കറിയില്ല. അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും നൽകി സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ പിന്നെ ഖബറിലും പരലോകത്തിലും ഒക്കെ തുറന്നു തന്ന് നമ്മളെ പടച്ചറബ്ബ് അനുഗ്രഹിക്കട്ടെ. രണ്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്ന ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ 5, 6, 7 ഒക്കെ ആകുമ്പോ ഈ രൂപത്തിൽ ആൾക്കാരൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് സത്യം കൊടുത്ത് പിന്നെ മുവാഹിദീങ്ങൾക്ക് കടന്നു ചെല്ലാത്ത ഒരു സാഹചര്യം. അപ്പൊ ഇവർക്കറിയാം 3 ദിവസം പിന്നെ തൗഹീദുള്ളവർ, 3 ദിവസം പിന്നെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നവർ, 3 ദിവസം തങ്ങന്മാരെയും ബാലന്മാരെയും ബീവിമാരെയും ആരാധിക്കരുത്, അവരോട് പ്രാർത്ഥിക്കരുത്, അവരോട് സഹായം ചോദിക്കരുത്, അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവർ നമുക്ക് ഉത്തരം നൽകുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ 3 ദിവസം അവിടെ ഉണ്ടാകുമെന്ന് അറിയാം. അതാര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മോൾ വന്നിട്ട് പറയാ, അല്ലെങ്കിൽ മോൻ വന്നിട്ട് പറയാ, നമുക്ക് പതുക്കെ ഈ 7 അന്ന് നടക്കുന്ന ആചാരം ചെയ്യാം. 5 അന്ന് കൊണ്ടുപോയി വെക്കുക, അല്ല 3 അന്ന് കൊണ്ടുപോയി വെക്കുക. അന്ന് 3 അന്നാകുമ്പോ അവരുണ്ടാകും. എന്നിട്ട് അത് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വാപ്പാന്റെ വസീയത്താണെന്ന് പറയാം. ആ വസീയത്ത് ബാത്തിലാണ്. ആ വസീയത്ത് സ്വീകരിക്കരുത്. അന്യായമായ വസീയത്താണ്. അന്യായമായ വസീയത്തുകൾ പിന്നെ അത് നിർവഹിക്കാൻ പാലിക്കപ്പെടാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നയം. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കാര്യങ്ങളില്ലാത്ത, നാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിനെ തള്ളിക്കളയണം. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായിട്ട് 12ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വെക്കണം, നമ്മൾ വസിയത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ കുടുംബക്കാർക്ക്, മക്കളോട്, അതുപോലെ തന്നെ നമ്മുടെ ഇണകളോട്, നമ്മുടെ ജ്യേഷ്ഠാഞ്ചന്മാരോടൊക്കെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ് 12ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകമായ അനാചാരങ്ങളും പ്രത്യേകമായ അനുഷ്ഠാനങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ആണ്ടാഘോഷിക്കുക, കണ്ണൂർക്ക് ആഘോഷിക്കുക, അതുപോലെ തന്നെ 7 പ്രത്യേകമായ പരിപാടികൾ, പിന്നെ അതുപോലെ തന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ഉറക്കെ ചൊല്ലാം, അല്ലെ? അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. യാതൊരു കാരണവശാലും ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്തിനു വേണ്ടി ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്തരുത്. അത് സലഫുകളുടെ പാതയാണ്. അത് പറഞ്ഞു വെക്കണം. നാളെ നമ്മൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം അതാണ് ഇസ്ലാമികമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വസിയത്ത് ചെയ്യണം. അല്ലാഹു അതിനുള്ള സന്മനസ്സ് നൽകട്ടെ, അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അത് സലഫുകളുടെ പാതയായിരുന്നു. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും എന്റെ മയ്യത്ത് ഞാൻ മരണപ്പെട്ടാൽ അത് വിളിച്ചു പറയുന്ന സാഹചര്യം എന്റെ മയ്യത്തിന്റെ പേരിൽ ഉണ്ടാകരുത്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ല്ലേ, അത് ഉറക്കെ വിളിച്ചു പറയാനുള്ളത് അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവാർത്ത വിളിച്ചു പറയൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. സ്വഹാബിയായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇന്നില്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ലേ, ജാഹിലിയത്ത് മാറിയിട്ടില്ലല്ലോ, ഓട്ടോറിക്ഷയിൽ മൈക്കും കെട്ടി ഇങ്ങനെ വിളിച്ചു പറയാ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ മരണം സംഭവിച്ചാൽ ഇത് ഉണ്ടാകരുത്. കാരണം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. ജീവിതകാലത്ത് വസിയത്ത് ചെയ്യാൻ പറഞ്ഞു വെക്കണം. വീട്ടിൽ ചിലപ്പോ ഫുള്ള് ഖുറാഫാത്ത് നടത്തുന്ന ആൾക്കാരായിരിക്കും, വീട്ടിൽ ഫുള്ള് വിരാജ നടത്തുന്ന ആൾക്കാരായിരിക്കും, അല്ലെ? ഒക്കെ ശരി, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ മരിച്ചാൽ ഈ ഏർപ്പാടൊന്നും ഈ വീട്ടിൽ നടക്കരുത്. വസിയത്ത് ചെയ്യണമെന്ന് ഈ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകും. അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി പടച്ചറബ് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ
വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ